ഇനി നമുക്ക് ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോൺ ചാപ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരപ്പൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, കാഷ്യൂനട്ട്, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിവിടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ചെമ്മീനിലേക്ക് ചേർത്തിളക്കി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും വെച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോൾ അധികം ബ്രൗൺ കളറായി പോകേണ്ട കാര്യമില്ല. ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വറുത്ത് കോരണം. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചെമ്മീനും വറുക്കുന്നത്. അതുകൊണ്ട് എണ്ണ ഒഴിക്കുമ്പോൾ കൂടിപ്പോയെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചെമ്മീനും വറുത്തെടുക്കേണ്ടതുകൊണ്ട് എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ വറക്കുമ്പോഴായാലും ഒത്തിരി മുരിഞ്ഞു പോകരുത്. ഒത്തിരി മുരിയാതെ വേണം ചെമ്മീനും വറക്കാനായിട്ട്. ചെമ്മീൻ വറക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമുള്ളൊരു തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും 5-6 ഏലക്കായും 1 സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് തിക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി മൊരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വറുത്ത് കോരി വെച്ച ആ സവോളയും കൂടി ഇട്ട് ഇളക്കി ചെമ്മീൻ പൊടിയാതെ പതുക്കെ ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഒത്തിരി തേങ്ങാപ്പാലൊന്നും വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ മതി. ആ തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വെച്ച് ചൂടാക്കി എണ്ണ തെളിഞ്ഞു വരും. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇഞ്ചിയും കരിവേപ്പിലയും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇടാം, അതും ടേസ്റ്റിയാണ്. അങ്ങനെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നിങ്ങളുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.